Hello dears, welcome to the class. Today we are going to discuss about our second unit, hide and seek. Okay, let's start our class. Hide and seek. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒളിച്ചു കളിയാണ് അല്ലേ? നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് കുട്ടികളാണ് അവർ പറയാണ് ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടുഡേ. നമുക്കിന്ന് ഒളിച്ചു കളി കളിക്കാം. മറ്റൊരു കുട്ടി പറയാണ് കൗണ്ട് അപ് ടു 50 നിയ. നിയ നീ 50 വരെ എണ്ണു എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഓടുന്നത്. അപ്പോൾ മറ്റു രണ്ട് കുട്ടികൾ എങ്ങനെയാണ് പറയുന്നത്? ലെറ്റ്സ് ഹൈഡ് ഹിയർ. നമുക്ക് ഇവിടെ ഒളിക്കാം. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആണ് അവർ നിൽക്കുന്നത് അല്ലേ? There are so many trees in Niya's backyard. Lots of shade and so cool. ഈ കുട്ടികൾ കളിക്കുമ്പോൾ ആരാണ് എണ്ണുന്നത്? നീയാണ് അല്ലേ? ബാക്കിയുള്ളവർ ഒളിച്ചു നിൽക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നീയ എണ്ണുകയാണ്. 13, 14, 15, 16, 27, 28, 29, 30. അപ്പോൾ നീയ എണ്ണുന്നത് കറക്റ്റാണോ? നിങ്ങൾക്ക് തോന്നിയോ? അപ്പോൾ ഒളിച്ചു നിൽക്കുന്ന കുട്ടി പറയുകയാണ് സ്കിപ്പ്ഡ് സം നമ്പേഴ്സ്. കുറച്ച് നമ്പേഴ്സ് വിട്ടുപോയല്ലോ എന്നാണ് പറയുന്നത്. നമുക്കും തോന്നി അല്ലേ? 16 കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ്? 27 ആണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് വിട്ടുപോയി. റൈറ്റ് ദ നമ്പേഴ്സ് നിയ സ്കിപ്പ്ഡ്. നിയ വിട്ടുപോയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 16 കഴിഞ്ഞാൽ 27 ആണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ വിട്ടുപോയത് 17, 17, 18, 18, 19, 19, 20, 20, 21, 21, 22, 22, 23, 23, 24, 24, 25, 25, 26, 26 ഇതൊക്കെയാണ്. പിന്നെ 26 കഴിഞ്ഞ് 27 നിയ എണ്ണി. നിയ ഫൗണ്ട് ജാൻവി ഫസ്റ്റ്. ജാൻവി കൗണ്ടഡ് സ്റ്റാർട്ടിംഗ് ഫ്രം 30. റൈറ്റ് 10 നമ്പേഴ്സ്. ഷീ കൗണ്ടഡ് ഇൻ ഓർഡർ. നിയ ആദ്യം ജാൻവിയെ കണ്ടു. അപ്പോൾ ആദ്യം കണ്ട ആളാണ് എണ്ണി തുടങ്ങേണ്ടത്. ഐ വിൽ കൗണ്ട്. ഇനി ഞാൻ എണ്ണാമെന്ന് ജാൻവി പറഞ്ഞു. ജാൻവി എവിടെ നിന്നാണ് എണ്ണി തുടങ്ങുന്നത്? നിയ 30 വരെ എണ്ണിയിട്ടുണ്ട് അല്ലേ? ഇനി ജാൻവി ആ 30 മുതൽ 30 കഴിഞ്ഞിട്ടുള്ളതാണ് എണ്ണേണ്ടത്. എത്രയാണ്? കണ്ടിന്യൂസ് ആയിട്ട് 10 നമ്പേഴ്സ്. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10 സംഖ്യകളാണ് ഉള്ളത് 31 മുതൽ 40 വരെ. പിന്നെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിലൊരു സൗണ്ട് കേട്ട് അവർ പോയി നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ഇറ്റ്സ് ഓക്കെ ജസ്റ്റ് നോക്ക്ഡ് ഓവർ ദ ബാഗ്. കുഴപ്പമില്ല, കുറച്ച് സാധനങ്ങൾ ബാഗിൽ നിന്ന് പോയതാണ് എന്ന് ഒരാൾ പറയുകയാണ്. കണ്ടില്ലേ, റോഡിലാകെ ഫ്രൂട്ട്സൊക്കെ വീണെടുക്കുന്നുണ്ട്. ഓ നോ സാബു ബ്രോ. അപ്പോൾ അവർക്ക് അറിയുന്ന ഒരാളാണ്. ആരാണ്? സാബു ആണ് അല്ലേ? വി വിൽ ഹെൽപ്പ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറയുന്നത്. ബാഗിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ പോയത് പെറുക്കിയെടുക്കാനായിട്ട്. They put all the fruits in the bag. നിയ കൗണ്ടഡ് ഈച്ച് ടൈപ്പ്. അങ്ങനെ അവർ അത് എടുത്ത് ബാഗിലിടാനായിട്ട് തുടങ്ങി. നിയ എങ്ങനെയാണ് അത് കൗണ്ട് ചെയ്തത്? ഓരോ ഫ്രൂട്ട്സും തരം തിരിച്ചിട്ടാണ്. ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട്സ്. ഓരോ ഫ്രൂട്ട്സും എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എണ്ണി വെച്ചിരിക്കുന്നതാണ്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത്? ആപ്പിൾ, മാംഗോ, ഓറഞ്ച്. ആപ്പിൾ എങ്ങനെയാണ് എണ്ണി വെച്ചിരിക്കുന്നത്? 10ൻ്റെ കൂട്ടങ്ങളായിട്ടാണ് അല്ലേ? അപ്പോൾ 10, 20, 30, 40 അങ്ങനെ 40. പിന്നെ അത് കൂടാതെ 2 എണ്ണം വേറെയുമുണ്ട് കണ്ടില്ലേ? അപ്പോൾ 40 + 2 42. അത്രയും ആപ്പിൾസ് ആണുള്ളത്. ഇനി മാംഗോ നോക്കൂ. 10, 20, 30, 40, 50. 10ൻ്റെ 5 കൂട്ടങ്ങൾ. അപ്പോൾ എത്രയാണ്? 50 ആണുള്ളത്. അതുകൂടാതെ 4 മാങ്ങ വേറെയുമുണ്ട്. അപ്പോൾ 50 + 4 54 മാംഗോസ്. ഇനി ഓറഞ്ച് നോക്കൂ. 10, 20, 30. 30 കൂടാതെ പിന്നെ 4 എണ്ണം വേറെയുമുണ്ട്. അപ്പോൾ 30 + 4 34. 34 ഓറഞ്ചുകളും ഉണ്ട്. They got all the mangoes and oranges, but not apples. There were 45 apples in all. അവർക്ക് എല്ലാ ഓറഞ്ചും അതുപോലെ തന്നെ എല്ലാ മാങ്ങയും കിട്ടി, പക്ഷെ ആപ്പിള് കിട്ടിയില്ല.
ആപ്പിൾ 45 എണ്ണം, 45 ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഹൗ മെനി മോർ ആപ്പിൾസ് ടു ഫൈൻഡ്, ഇനി എത്ര ആപ്പിൾസ് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ, ഏത് ഫ്രൂട്ടാണ് കൂടുതലുള്ളത്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ, കുറഞ്ഞ നമ്പർ ഏതാണ് ഫ്രൂട്ട്. ഹൗ മെനി മോർ ആപ്പിൾസ് ദെൻ ഓറഞ്ചസ്, ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതലാണ് ആപ്പിൾ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി മോർ ആപ്പിൾസ് ടു ഫൈൻഡ്, ഇനി എത്ര ആപ്പിളുകൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. എത്ര ആപ്പിളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? 42, 42 എണ്ണം കിട്ടി. എത്രയാണ് ഉണ്ടായിരുന്നത്? 45 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 എണ്ണം കൂടി കിട്ടാനുണ്ട്. 42 ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 43, 44, 45 3 എണ്ണം കൂടി ഇനി കിട്ടണം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ, ഏത് ഫ്രൂട്ടാണ് കൂടുതലുള്ളത്? മാംഗോ, മാങ്ങയാണ് അല്ലേ. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ, കുറവ് ഏതാണ്? ഓറഞ്ച്. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മോർ ആപ്പിൾസ് ദെൻ ഓറഞ്ചസ്, മാങ്ങയുടെ അത്രയാവാൻ ഓറഞ്ച് എത്ര കൂടി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാംഗോസ് എത്രയാണ് ഉണ്ടായിരുന്നത്? 45 ആണ് അല്ലേ. 3 എണ്ണം കൂടി കിട്ടാനുണ്ട്, പക്ഷേ എണ്ണം 45 ആയിരുന്നു. ഇനി ഓറഞ്ച് എത്രയാണുള്ളത്? 34 ആണ് അല്ലേ. അപ്പോൾ ഇനി 34ൽ നിന്ന് 45 ആവാൻ എത്ര കൂടി വേണം? 45 മൈനസ് 34, 11 ഓറഞ്ച് കൂടി വേണം 45 ആവാൻ. നമ്പർ ഗെയിം. സോഹൻ ആൻഡ് നിയ ആർ പ്ലേയിങ് എ നമ്പർ ഗെയിം. സോഹനും നിയയും ഒരു നമ്പർ ഗെയിം കളിക്കുകയാണ്. സോഹൻ ഗോട്ട് 40 points ഇൻ ദ ഫസ്റ്റ് ഗെയിം. നിയ ഗോട്ട് 7 points മോർ ദൻ സോഹൻ. ആദ്യത്തെ കളിയിൽ സോഹന് 40 പോയിൻ്റാണ് കിട്ടിയത്. നിയയ്ക്ക് സോഹനേക്കാൾ 7 points കൂടുതൽ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നിയയുടെ പോയിൻ്റ് എത്രയാണെന്ന് പറയുന്നില്ല. സോഹനേക്കാൾ 7 പോയിൻ്റ് കൂടുതൽ കിട്ടി. അപ്പോൾ സോഹന് 40 കിട്ടി. അതിൻ്റെ കൂടെ 7 പോയിൻ്റ് കൂടി കൂടുതൽ കൂട്ടിയാൽ നമുക്ക് നിയയുടെ പോയിൻ്റ് കിട്ടും. അപ്പോൾ എത്രയാണ്? 40 + 7, 47, 47 പോയിൻ്റാണ് നിയയ്ക്ക് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിയ ഗോട്ട് 44 points ഇൻ ദ സെക്കൻഡ് ഗെയിം. രണ്ടാമത്തെ കളിയിൽ നിയയ്ക്ക് എത്ര പോയിൻ്റ് കിട്ടി? 44, 44 points ആണ് കിട്ടിയത്. സോഹൻ ഗോട്ട് 14 points ലെസ് ദാൻ നിയ. സോഹന് നിയയേക്കാൾ 14 പോയിൻ്റ് കുറവാണ് കിട്ടിയത്. കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ നിയയ്ക്ക് കിട്ടിയ 44 പോയിൻ്റിൽ നിന്നും നമ്മൾ സോഹൻ്റെ 14 പോയിൻ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ എത്രയാണ്? 30 പോയിൻ്റാണ് രണ്ടാമത്തെ കളിയിൽ സോഹന് കിട്ടിയത്. അപ്പോൾ ആ 30നോട് 14 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 44 കിട്ടും. നിയയുടെ പോയിൻ്റ് കിട്ടും. ഇൻ ദ തേർഡ് ഗെയിം ദ പോയിൻറ്റ്സ് ദേ ഗോട്ട് ടുഗദർ ഈസ് ലെസ് ദാൻ 50. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പോയിൻറ്റ്സ് ഈസ് 10. വാട്ട് ക്യാൻ ബി ദ പോയിൻറ്റ്സ് ഈച്ച് ഗോട്ട്. മൂന്നാമത്തെ കളിയിൽ അവർക്ക് 50-ൽ താഴെയാണ് കിട്ടിയത് രണ്ടു പേർക്കും കൂടി. അവരുടെ പോയിൻറ്റ്സുകൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അവരുടെ പോയിൻറ്റ്സ് തമ്മിൽ 10ൻ്റെ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 50ക്ക് താഴെയാണ്, ലെസ് ദാൻ 50. അപ്പോൾ നമുക്ക് 49ഓ 48ഓ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ സോഹന് 19ഉം നിയയ്ക്ക് 29ഉം കൊടുത്തു നോക്കാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 48 കിട്ടും ഇല്ലേ. അപ്പോൾ അത് 50ക്ക് താഴെയാണ്. അതുപോലെ തന്നെ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇനി ഇതല്ലെങ്കിൽ നമുക്കെങ്ങനെ കൊടുക്കാം? 18ഉം 28ഉം കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 46 കിട്ടും. അതും ലെസ് ദാൻ 50 ആണ് അല്ലേ. പക്ഷേ അവർ തമ്മിലുള്ള പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 28 മൈനസ് 18 ഈക്വൽ ടു 10. 10ൻ്റെ ഡിഫറൻസ് തന്നെയാണ് ഉള്ളത്. ഡെക്കറേഷൻ. നിയ ആൻഡ് സോഹൻ കട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് ഫ്രം കളേർഡ് പേപ്പർ ഫോർ ഡെക്കറേറ്റിംഗ് ക്ലാസ് റൂം. നിയയും സോഹനും കളേർഡ് പേപ്പർ ഓരോ ഷേപ്സിൽ കട്ട് ചെയ്യാണ് ക്ലാസ് റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. സി വാട്ട് ഐ മെയ്ഡ് സ്റ്റാർസ്. അപ്പോൾ നിയ പറയുകയാണ്, നോക്കൂ ഞാനുണ്ടാക്കിയ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. 10 points. സ്റ്റാർസിന് 10 pointsഉം അതുപോലെ തന്നെ ആ സ്ക്വയറിന് 1 പോയിൻറ്റുമാണ് ഉള്ളത്. ഹൗ മെനി പോയിൻറ്റ്സ് ഡസ് ഈച്ച് ഗെറ്റ്. രണ്ടുപേർക്കും എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നിയ ഉണ്ടാക്കിയതാണ്. എത്ര സ്റ്റാർസ് ഉണ്ട്? 1 2 3 4 5 5 സ്റ്റാർസും അതുപോലെ തന്നെ 1 2 3 4 4 സ്ക്വയറുമാണ് ഉള്ളത്. അപ്പോൾ ഒരു സ്റ്റാറിന് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർസ് ആകുമ്പോൾ എത്രയാണ്? 10 20 30 40 50 50 അല്ലേ? ഇനി സ്ക്വയറിനോ 4 പോയിൻ്റ് ആണ് അല്ലേ? 4 സ്ക്വയർ ആകുമ്പോൾ 4 പോയിൻ്റ്. അപ്പോൾ 50 + 4 54 ആണ് നിയയ്ക്ക് കിട്ടിയത്. ഇനി സോഹൻ്റെ നോക്കൂ, 1 2 3 4 4 സ്റ്റാർസ് ആണുള്ളത്. അപ്പോൾ 40 2 സ്ക്വയറുമാണ് ഉള്ളത്. 40 + 2 42. ഹു ഗോട്ട് മോർ? ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ഹൗ മെനി മോർ? എത്രയാണ് കൂടുതൽ? നിയയ്ക്കാണ് കൂടുതൽ, 54 അല്ലേ? എത്രയാണ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 54 - 42. 4ൽ നിന്ന് 2 പോയാൽ 2 കിട്ടും വൺസ് പ്ലേസിൽ. അതുപോലെ തന്നെ 5ൽ നിന്ന് 4 പോയാൽ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടും. അപ്പോൾ ആൻസർ കിട്ടുന്നത് 12. 12 എണ്ണമാണ് നിയയ്ക്ക് കൂടുതലുള്ളത്. ടു മേക്ക് ദ പോയിൻറ്റ്സ് ഈക്വൽ, ഹൗ മെനി ഓഫ് ഈച്ച് ഷേപ്പ് ഷുഡ് സോഹൻ കട്ട് ഓഫ്? ഇനി നിയയുടെ അത്രയും പോയിൻ്റ് ആവാൻ സോഹൻ എത്ര കട്ട് ചെയ്യണം? 12 ആണ് നിയയ്ക്ക് കൂടുതൽ. അങ്ങനെ ആകുമ്പോൾ ഒരു സ്റ്റാർ ചെയ്യണം. അപ്പോൾ 10 കിട്ടും. പിന്നെ 2 സ്ക്വയറും ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 12. 10 + 2 12. 12 സോഹനും കിട്ടും. നെക്സ്റ്റ് നിയയും സോഹനും ചോദിക്കുകയാണ് പാരൻസിൻ്റെ അടുത്ത്, മദർ ഹൗ ഓൾഡ് ആർ യു? അമ്മേ നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ അമ്മ പറയുകയാണ് 40 years 40 വയസ്സായി. ഫാദറിനോടും ചോദിക്കുകയാണ്, ഫാദർ വാട്ട്സ് യുവർ ഏജ്? അച്ഛാ നിങ്ങളുടെ പ്രായം എത്രയാണ്? അപ്പോൾ അച്ഛൻ മറുപടി പറയുകയാണ് 5 years more than mothers. അമ്മയേക്കാൾ 5 വയസ്സ് കൂടുതൽ. അച്ഛൻ്റെ ശരിയായ പ്രായം പറയുന്നില്ല, അമ്മയേക്കാൾ 5 വയസ്സ് കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് 40 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് ദ ഫാദർ? അച്ഛന് എത്ര വയസ്സായി? അതുപോലെ തന്നെ മിഹാൽ ഈസ് 3 years ഓൾഡ്. നിയ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മിഹാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് നിയ? നിയയ്ക്ക് എത്ര വയസ്സായി? അപ്പോൾ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഹൗ ഓൾഡ് ഈസ് ദ ഫാദർ? അമ്മയേക്കാൾ 5 വയസ്സ് കൂടുതലെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് 40 ആണ്, 40 വയസ്സ്. അതിനേക്കാൾ 5 വയസ്സ് കൂടുതലാവുമ്പോൾ 40 + 5 45. അതുപോലെ മിഹാൽ ഈസ് 3 years ഓൾഡ്. മിഹാലിന് 3 വയസ്സും. നിയ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മിഹാൽ. മിഹാലിൻ്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ്. അപ്പോൾ എത്രയായിരിക്കും? 3 + 3 6 years ആയിരിക്കും നിയയുടെ ഏജ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ദെയർ ഏജസ് ആഫ്റ്റർ 5 years? 5 വർഷം കഴിഞ്ഞാൽ ഇവരുടെ പ്രായം എത്രയായിരിക്കും? മദർ 5 more than 40. ഇപ്പോൾ 40 ആണ്, അതിനേക്കാൾ 5 വർഷം കൂടുമ്പോൾ 40 + 5 45 ആയിരിക്കും അല്ലേ? ഇനി ഫാദറിന് 5 more than 45. ഇപ്പോൾ 45 ആണ്, അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ 50 വയസ്സാകും. നിയ 5 more than 6. ഇപ്പോൾ 6 ആണ്, അതിൻ്റെ കൂടെ 5 കൂടി കൂട്ടിയാൽ 11 വയസ്സാകും. മിഹാലിന് 5 more than 3. ഇപ്പോൾ 3 വയസ്സ്, അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 8 വയസ്സാകും. നിയ പറയണം അച്ഛനോട്, സ്റ്റിൽ യു ആർ 5 years ഓൾഡർ ദൻ മദർ. അച്ഛാ നിങ്ങളിപ്പോഴും അമ്മയേക്കാൾ 5 വയസ്സ് കൂടുതൽ തന്നെയാണ് എന്ന്. അത് ശരിയാണ് അല്ലേ? 5 വയസ്സ് ഓൾറെഡി കൂടുതലുണ്ട്. അതിനിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും 5 കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അച്ഛൻ പറയാണ്, ബട്ട് നിയ യു ആർ നോട്ട് ട്വൈസ് ആസ് ഓൾഡ് ആസ് മിഹാൽ നൗ. എന്നാൽ നിനക്കിപ്പോൾ മിഹാലിൻ്റെ ഇരട്ടി പ്രായമല്ല എന്നാണ് പറയുന്നത്. കാരണം 3 വയസ്സാകുമ്പോൾ നിയയ്ക്ക് എത്രയായിരുന്നു? മിഹാലിൻ്റെ ഇരട്ടിയായ 6 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ 2 പേർക്കും, ഒരാൾക്ക് 8ഉം ഒരാൾക്ക് 11ഉമായി. അത് ഒരിക്കലും ആ നമ്പറിൻ്റെ ട്വൈസ് നമ്പർ അല്ല, ഇരട്ടി നമ്പർ അല്ല അല്ലേ? റൈറ്റ് ഡൗൺ ദ ഏജസ് ഓഫ് എവരി വൺ ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നെയിം എന്നുള്ളിടത്ത് പേരെഴുതുക, ഏജ് അവരുടെ പ്രായവും എഴുതണം. ഓക്കെ. കമ്പ്യൂട്ടർ ഗെയിം. നീ ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പേഴ്സ് കണ്ടില്ലേ? 1 to 10 ഉണ്ട്. പിന്നെ കുറച്ച് നമ്പേഴ്സ് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ 21, 23 അങ്ങനെ 40 വരെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കോളംസ് ഒന്നുമില്ല, എഴുതിയിട്ടില്ല. കണ്ടില്ലേ?
കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 23? 23 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാണ്? വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ 15? 15 തൊട്ട് മുൻപ് ഉള്ള സംഖ്യ ഏതാണ്? അതുപോലെ തന്നെ വിച്ച് നമ്പർ ഈസ് എബവ് 29? 29 മുകളിലുള്ള സംഖ്യ, മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണ്? അതുപോലെ തന്നെ വിച്ച് നമ്പർ ഈസ് ബിലോ 39? 39 താഴെ വരുന്ന എഴുതിയിട്ടുള്ള സംഖ്യ ഏതാണ് എന്നൊക്കെയാണ്. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 13, 33, 36, 46 ആൻഡ് 49 ഇൻ ദ കറക്റ്റ് ബോക്സസ് ഓൺ ദ കമ്പ്യൂട്ടർ. 13, 33, 36, 46, 49 ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒഴിഞ്ഞ ബോക്സിൽ എഴുതി ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. വിട്ടുപോയിട്ടുള്ള ആ നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതി ചേർക്കാം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ നമ്പേഴ്സും ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് 50 വരെ കിട്ടി. ഇനി നമുക്ക് എഴുതാം വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 23? 23 കഴിഞ്ഞിട്ട് വരുന്നത് 24, 24. വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ 15? 15 തൊട്ട് മുൻപ് വരുന്നത് 14, 14. വിച്ച് നമ്പർ ഈസ് എബവ് 29? 29 മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണ്? 19, 19 അല്ലേ? വിച്ച് നമ്പർ ഈസ് ബിലോ 39? 39 താഴെയുള്ള സംഖ്യ ഏതാണ്? 49, 49. ബിലോ ആർ സം ബോക്സസ് ഓൺ ദ കമ്പ്യൂട്ടർ. ഫിൽ ദ എംപ്റ്റി ബോക്സസ്. നമ്മുടെ ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നോക്കി ചില നമ്പേഴ്സ് തന്നിട്ടുള്ളതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. കണ്ടില്ലേ, സ്ക്രീൻ താഴെ കൊടുത്തിട്ടുണ്ട്. 1 to 50 വരെയുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 23, പിന്നെ 29, 28, 35, 25 ഇതാണ്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ, 23 ആണ് അല്ലേ? 23യുടെ ബിഫോർ മുൻപ് വരുന്നത് 22 ആണ്. ആഫ്റ്റർ വരുന്നത് 24. എബവ് വരുന്നതോ 13. ബിലോ വരുന്നത് എത്രയാണ്? 33 ആണ്. അതുപോലെ തന്നെ ഇനി 29 എഴുതണം. 29 മുകളിൽ വരുന്ന സംഖ്യ ഏതാണ്? 19. താഴെ വരുന്നത് 39. ഇനി ബാക്കിയുള്ള നമ്പേഴ്സും നോക്കി എഴുതണം. അപ്പോൾ 23 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ 29 അതിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ ഉള്ള നമ്പേഴ്സ്. ഇനി 28, അതുപോലെ തന്നെ 35 ആൻഡ് 25. എല്ലാവരും ടേബിൾ നോക്കി വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് ദ കാർഡ്സ്. സീ ഹൗ 2 of them are paired of the others also. നിയയും ഫ്രണ്ട്സും ഒരു കളി കളിക്കുകയാണ്. എങ്ങനെയാണ്? ഒരു കാർഡ് വെച്ചിട്ടാണ് അല്ലേ? ഒരു സൈഡിലുള്ള ആളുടെ കയ്യിലുള്ള നമ്പർ ഓപ്പോസിറ്റ് സൈഡിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർ പെയറായി. കണ്ടില്ലേ വരച്ചിരിക്കുന്നത്? 30, 30 രണ്ടുപേര് പെയറായി. ഇനി ഏതൊക്കെയാണുള്ളത്? 49, 21, അതുപോലെ തന്നെ 37, 18 ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് യോജിപ്പിക്കണം. കണ്ടില്ലേ? 30, 30, 49, 49, 18, 18, 21, 21, 37, 37 എല്ലാവരും പെയറായി അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നമ്പർ ഈച്ച് വൺ ഗോട്ട് ഓൺ ദ കാർഡ്. ഓരോരുത്തർക്കും കിട്ടിയ നമ്പേഴ്സ് എത്രയാണ് എന്നുള്ളതാണ്. കണ്ടില്ലേ? 49, 30, 21, 37, 18 ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദം ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്. ആ കിട്ടിയിരിക്കുന്നതിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. 18, 18, 21, 21, 30, 30, 37, 37, 49, 49. സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആണ് അല്ലേ? 18 to 49. നെക്സ്റ്റ് മേക്ക് പെയേഴ്സ്. ജോയിൻ സെയിം നമ്പേഴ്സ്. ഓരോന്നും പെയറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു നോക്കാം. ആദ്യത്തേത് 4 tens ആണ്, 4 പത്തുകൾ. 4 പത്തുകൾ എന്ന് പറഞ്ഞാൽ 40 ones. 40 ഒന്നുകൾ ചേർന്നാലും 4 പത്തുകൾ ചേർന്നാലും എത്രയാണ്? 40, 40 ആണ്. നെക്സ്റ്റ് 4 tens, 6 ones. 4 പത്തും 6 ഒന്നും കൂട്ടിയാൽ എത്ര കിട്ടും? 40 + 6, 46 ones. 46 ഒന്നുകൾ. അടുത്തത് 31 ones. 31 ഒന്നുകൾ എന്ന് പറയുന്നത് ഏതാണ്?
3 tens, 1 1. 3 10ഉം 1 1ഉം. 3 10 എന്ന് പറഞ്ഞാൽ 30. 30 + 1 31. അടുത്തത് 1 10 1 9. ഒരു 10ഉം ഒരു 9ഉം എത്രയാണ്? 10 + 9. 10 + 9 19. അതിൻ്റെ വേറൊരു മോഡലാണ് 19 ones, 19 ഒന്നുകൾ എന്ന് പറയുന്നത്. അടുത്തത് 2 tens 8 ones, 2 10ഉം 8 1ഉം. അപ്പോൾ 20 + 8 28. അതിന് യോജിച്ചത് ഏതാണ്? 28 ones. ഇനി അടുത്തത് 44 ones, 44 ഒന്നുകൾ. അതിന് യോജിച്ചത് ഏതാണ്? 4 tens 4 ones, 4 10ഉം 4 1ഉം. 4 10 എന്ന് പറയുമ്പോൾ 40 + 4 44. Let's make a groups. Those who got the same number on their cards formed a group. ഒരേ സംഖ്യയുള്ള കാർഡ് എടുത്തവർ ഒരു കൂട്ടമായി. അതായത് കുറേ കാർഡുകൾ തന്നിട്ടുണ്ട്, അതിൽ ഒരേ സംഖ്യ വരുന്നത്, ഒരേ ആൻസർ സംഖ്യയായിട്ട് വരുന്ന കാർഡ് എടുത്തവർ ഒരു ഗ്രൂപ്പായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 48, 20 and 16, 25, 40, 2 less than 50, 40, 36, 20 and 5, 4 tens and 8 ones, 4 tens, 10 and 15. പിന്നെ 30 and 6, 20 added to 20, 48, 36. ഇത്രയും നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഓരോ ആൻസർ കിട്ടുന്നവയെ ഒരു ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പോൾ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് 48. അത് നമ്പറിലും അതുപോലെ തന്നെ വേർഡ്സിലും എഴുതിയിട്ടുണ്ട്. പിന്നെ 4 tens and 8 ones. 4 tens എന്ന് പറഞ്ഞാൽ 40, 8 ones എന്ന് പറഞ്ഞാൽ 8. 40 + 8 48 കിട്ടും. 2 less than 50, 50ൽ നിന്ന് 2 കുറച്ചത്, അതും 48 ആണ് അല്ലേ. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് 40 40, 4 tens, അതുപോലെ തന്നെ 20 added to 20. ഇനി ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് 36, വേർഡ്സിലും അതുപോലെ തന്നെ നമ്പറിലും. 30 and 6, 30ഉം 6ഉം. 20 and 16, 20ഉം 16ഉം. ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് 25 ആണ്, വേർഡ്സിലും അതുപോലെ തന്നെ നമ്പറിലും എഴുതിയിരിക്കുന്നു. അതുകൂടാതെ 20 and 5, പിന്നെ 10 and 15. അപ്പോൾ എല്ലാത്തിനും ആൻസർ എന്ന് പറയുന്നത് 25. Among these, which is the largest number? ഏതാണ് വലിയ നമ്പർ എന്ന് പറയുന്നത്? 48 ആണ് അല്ലേ, 48. Which is the smallest number? ചെറിയ നമ്പർ ഏതാണ്? 25, 25. നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ്സ് കൂടി ചെയ്ത് നോക്കാം. അഡീഷൻ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി സബ്ട്രാക്ഷൻ ചെയ്യുന്നതാണ്, അപ്പോൾ ഇതും ചെയ്യാനുള്ളതാണ്. ഇനി ടെൻസും വൺസും എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് നോക്കി നമ്പർ എഴുതാനാണ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കി ചെയ്യൂ. ഇത് ആ നമ്പർ ഏതാണ് എന്ന് എഴുതാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കി എഴുതണം. അപ്പോൾ ആദ്യത്തേത് വലുത് ടെൻസ് ആണ്, അപ്പോൾ 10, 20 അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെയുള്ളത് വൺസ് ആണ്. ഇനി ഈ കൊടുത്തിരിക്കുന്നത് ആഫ്റ്റർ, നമ്പേഴ്സിന് ശേഷം വരുന്നത്, അതുപോലെ തന്നെ ബിറ്റ്വീൻ, ഓരോ നമ്പറിന് ഇടയിൽ വരുന്നത്. ഇനി ബിഫോർ, മുൻപ് വരുന്നത്. ഇനി ഈ കാണുന്നത് മിസ്സിംഗ് റിവേഴ്സ് കൗണ്ടിങ് 50 to 1 ആണ്. നിയ 1 മുതൽ 50 വരെ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചത് നമുക്കറിയാം അല്ലേ. ഇത് നേരെ റിവേഴ്സ് 50 മുതൽ 1 വരെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഈ കാണിച്ചിരിക്കുന്നത് മാച്ച് ദ ഫോളോവിങ് ആണ്. ഓരോ നമ്പറും അതിൻ്റെ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യോജിപ്പിച്ച് വരയ്ക്കണം. ഇതിൽ വേർഡ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്പർ ഏതാണ് എന്ന് അതിൽ നിന്ന് തിരഞ്ഞ് എഴുതണം. ചില നമ്പേഴ്സ് വേർഡ്സിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പറിൽ തന്നത് വേർഡ്സിൽ എഴുതണം, വേർഡ്സിൽ തന്നത് നമ്പറിൽ എഴുതി നോക്കണം. അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും ക്ലാസ്സുകളുടെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.